ഒരു സൺഡേ റൈഡിന് ഇറങ്ങിയതാണ്. അപ്പം ഒരു തീരെ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു 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 ലൊക്കേഷൻ കേട്ടോ. അത് ഗുണ്ടൽപേട്ടിൽ നിന്ന് ഒരു 22 കിലോമീറ്റർ ഉണ്ട്. അത് ഗുണ്ടൽപേട്ടിൽ നിന്ന് മൈസൂർ റോഡിലേക്ക് കയറിയിട്ട് അവിടുന്ന് റൈറ്റ് എടുത്തിട്ട് ഇങ്ങനെ പോകണം. ഈ സ്ഥലത്തിൻ്റെ പേര് ഒരു ടെമ്പിളാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ശ്രീ ഹുളിഗിന മുരടി എന്താ അതിൻ്റെ പേര് അർത്ഥം ഒന്നും അറിയില്ല. ഹുളിഗിന മുരടി വെങ്കിട്ടരാമസ്വാമി ടെമ്പിൾ എന്നതിന് പേര്. അപ്പം ഇവിടെ നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആട്ടോ. വ്യൂ പോയിൻ്റ് കാര്യങ്ങളാണ്, വരുന്ന കുറേ വ്യൂസ് നല്ല കാര്യങ്ങളാണ്. അധികം മലയാളീസിനൊന്നും ഇവിടെ കാണുന്നില്ല. ഇവിടെ ഇപ്പോൾ ഞാൻ വന്നാൽ ഞാൻ തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നു കണ്ടിട്ട്. ഞാൻ ശരിക്കും ഇറങ്ങിയത് ഇങ്ങോട്ട് മറ്റേ ഇവിടെ പോകാൻ വേണ്ടിയിട്ടാണ്. എന്താ പറയുക, നമ്മളെ ഭീമാവത് ഗോപാൽസ്വാമി പെട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അവിടെ ഒരുപാട് തവണ പോയതാണ്, എന്നാലും അവിടെ ഒരു ഇഷ്ടമുള്ള ലൊക്കേഷനാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ മലേൻ്റെ മുകളിലാണ്. അപ്പം അവിടെ ഒരു പ്രത്യേക വൈബാണ് അവിടെ പോയി കഴിഞ്ഞാൽ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഒന്ന് കുറച്ച് മാറ്റി പിടിച്ചു. ഇപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവിടെ സമയം ഉണ്ടെങ്കിൽ ഒന്ന് പോകണമെന്നുണ്ട്. പക്ഷേ ഇവിടെ മോശമല്ല കേട്ടോ സ്ഥലം. ഞാൻ ഫസ്റ്റ് ടൈം വരിക. വലിയ ഹിമാവത് ഗോപാൽസ്വാമി ബേട്ടിൻ്റെ അത്ര അടിപൊളിയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഒരു വെറൈറ്റി സ്ഥലമാണ്. ഒരു 1-2 ആഴ്ചയൊക്കെ വന്ന് സെറ്റാകാൻ പറ്റിയ സ്ഥലമാണ്. കുറച്ചുകൂടെ രാവിലെ വരണ്ടേ ഞാൻ. ഇതിപ്പം കുറച്ച് ലേറ്റായിട്ടുണ്ട്. ഇപ്പോൾ സമയം 11 മണിയായി. അമ്പലം ക്ലോസ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊന്നും കയറുന്നില്ല. ഈ ജാക്കറ്റും സാധനങ്ങളൊക്കെ അയച്ചിട്ട് വേണം കയറാൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കയറുന്നില്ല. എന്നാലും ഇവിടെ വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ അത് ഞാൻ വീഡിയോ ചെയ്തിലിടാം. പിന്നെന്താ, ഗോപാൽസ്വാമി വീട്ടിൽ പോകുന്ന അവിടെ എന്താ സംഭവം വെച്ചാൽ ഞാൻ അവിടേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയത്. പക്ഷേ അവിടെ ഇപ്പം ഭയങ്കര വെറുപ്പിക്കലായിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അവിടെ പണ്ടാണെങ്കിൽ നമ്മളെ വണ്ടി തന്നെ കൊണ്ടുപോയിട്ട് മുകളിലൊക്കെ വരെ പോവുകയാണ്, അമ്പലത്തിലെടുത്ത് വരെ. ഇപ്പം നല്ല ഒരു 4-5 കൊല്ലമായിട്ട് അവർ ചെയ്തത് എന്താ വെച്ചാൽ അവിടെ ഓരോ കർണാടക ബസ്സുണ്ട്. ആ ബസ്സിൽ കയറിയിട്ട് താഴെ ചുരം കയറാൻ ബസ്സുണ്ട്. 60 രൂപയേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പ് ആൻഡ് ഡൗൺ. പക്ഷേ ഭയങ്കര ലൈനായിരുന്നു. വരി നിന്നിട്ട് തല്ലുണ്ടാക്കി വേണം കയറാൻ. അപ്പോൾ അതിൻ്റെ അതൊരു എന്താ പറയുക, എനിക്കത്ര മൂഡായിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ടന്ന് പിന്നെ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വെച്ച്. സത്യത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വലിയ പ്ലാനൊന്നുമില്ല. ഈ സ്ഥലം ഞാൻ വേറെ ആരും അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു പ്ലാനും ഇല്ലാതെ ഇറങ്ങിയതാണ്. അപ്പം പിന്നെ മുത്തങ്ങയൊക്കെ എത്തിയ സമയത്ത് പിന്നെ മെല്ലെ ഗോപാൽസ്വാമി വിട്ട് പോകാമെന്ന് വിചാരിച്ച്. പിന്നെ അവിടെ പോകുന്ന സമയത്ത് അവിടേക്ക് ഗുണ്ടൽപേട്ട് വരുന്ന വഴിയിൽ നിന്ന് ഒരു ട്വിസ്റ്റ് എടുത്തിട്ട് അവർ ടേൺ എടുത്തിട്ടാണ് അങ്ങോട്ട് പോവുക. അപ്പം ആ ടേണിൽ വെറുതെ ഞാൻ നിർത്തി മാപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരാളുണ്ട് അവിടെ ഇടിക്കുന്നത്. അപ്പോൾ അയാൾക്ക് കുറച്ച് മലയാളം അറിയാം. അപ്പോൾ അയാളോട് ഞാനിതല്ലാതെ വേറെ ഏതെങ്കിലും പോയിൻ്റ് ഇവിടെ എടുത്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു തന്നൊരു സാധനം അത്. അപ്പോൾ എനിക്ക് ഒരു പ്ലാനും ഇല്ല, ഒറ്റ മൈൻഡിൽ പോകുന്ന സംഭവം. അപ്പോൾ അയാൾ വിശ്വസിച്ച് പോകുന്നതാണ്. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇത് കണ്ടോ, വ്യൂ പോയിൻ്റൊക്കെ എന്ത് താഴോട്ട് നല്ല വ്യൂ പോയിൻ്റാണ്. ചെറിയൊരു ചുരം, ഒരു 3 കിലോമീറ്റർ നല്ല വഴി കേട്ടോ. നല്ല വഴി എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ 2 സൈഡും നല്ല എന്താ പറയുക, മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള വഴിയാണ്. പിന്നെ പൊതുവേ ഒരു കർണാടകേൻ്റെ ഒരു ടെക്സ്ചറൊക്കെ ഉണ്ടല്ലോ. കുറച്ച് നന്ന രാവിലെ അല്ലെങ്കിൽ പിന്നെ കുറച്ച് വെയിലുമായിരിക്കും, കുറച്ച് ഡ്രൈ ആയി കിടക്കുന്നതാണ്. ഈ ടൈം അങ്ങനെയാണല്ലോ. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ്, വന്ന് കാണാൻ പറ്റിയ സ്ഥലമാണ്. ആൾക്കെങ്ങനെ ടൈം ഉണ്ടെങ്കിൽ ഗുണ്ടൽപേട്ട് വഴി വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൈസൂരേക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ വന്ന് കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. ഒന്ന് അങ്ങനെ എന്താ പറയുക, ഒരു പൊതുവേ മലയാളീസ് ഒന്നും ഇല്ല ഇവിടെ എന്ത് പറഞ്ഞാലും. അപ്പോൾ ഇവർക്ക് ലോക്കലി അറിയുന്ന സ്ഥലമായിരിക്കും, ചിലപ്പം പറയാൻ പറ്റില്ല. ഇവിടെ അമ്പലം മാത്രമല്ല കേട്ടോ കാണാനുള്ളത്. ഞാൻ കയറി വന്നപ്പോൾ ഞാൻ ആ ഭാഗം മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത്. ഇവിടെ അമ്പലത്തിൻ്റെ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ പുറകിലേക്കൊരു വഴിയുണ്ട്. അവിടെ വഴി വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ കുളമാരിയൊക്കെ ഉണ്ട്. എനിക്ക് അന്ന് അമ്പലത്തിൻ്റെ ഇതാണ്. അവിടേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. ഞാൻ അതിൻ്റെ വീഡിയോ കാണിക്കാം. ഗ്രില്ലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ഇറങ്ങാനും, അത് അമ്പലത്തിൻ്റെ എന്തോ ആവശ്യങ്ങൾക്കൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടേക്ക് ഇറങ്ങാനും പറ്റില്ല, നമുക്ക് പുറത്തുനിന്ന് കാണാം. അതുപോലെ അതിൻ്റെ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ ബ്യൂട്ടിഫുള്ളാണ് കാഴ്ച കേട്ടോ. ഒരു രക്ഷയുമില്ല, ഭയങ്കര വ്യൂ പോയിൻ്റാണ്. അതാണ് എവിടെ തിരിഞ്ഞാലും. ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊന്നും കയറിയിട്ടില്ല, കാരണം ഇതെല്ലാം കൂടെ ജാക്കറ്റും ഷൂ എല്ലാം കൂടെ അയച്ച് കയറാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊന്നും കയറിയിട്ടില്ല.
പക്ഷേ ഞാനിവിടെ വ്യൂ പോയിന്റ് എനിക്ക് വന്നത് മുതലായിട്ടോ എന്തായാലും പൈസയ്ക്കുള്ള സ്ഥലമാണ്. അടിപൊളി വ്യൂ പോയിന്റാണ്. അതായത് അമ്പലത്തിൽ മാത്രം വന്ന് പോകരുത്, അതിൻ്റെ പുറകിലായിട്ടൊരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിൽ അങ്ങനെ ഇറങ്ങിയാൽ കുറച്ച് ഇറങ്ങിപ്പോയത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാം. ഇതിൻ്റെ മുകളിൽ കൽമണ്ഡപവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കൽമണ്ഡപം ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ല കേട്ടോ. എൻ്റെ ഈ പുറകിലൊക്കെയുള്ള ആ കൽമണ്ഡപം, ഈ വലിയ പാറേൻ്റെ മുകളിലൊക്കെ അങ്ങനെ ചെറിയ മണ്ഡപങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ആൾക്കാർക്ക് വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ. പക്ഷേ വളരെ തിരക്ക് കുറവാണ്, ആൾക്കാരും ഇല്ല. ഉള്ള ആൾക്കാർ തന്നെ മലയാളീസും അല്ല, ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ തന്നെ ഉള്ളൂ. അപ്പോൾ ഒരു നല്ല സ്ഥലം കേട്ടോ. ഇപ്പം റൈഡ് വെറുതെ ആയില്ല. എന്നാലും റൈഡ് ഡെസ്റ്റിനേഷന് വേണ്ടിയിട്ടല്ല, യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ എന്നാലും അതിൻ്റെ കൂടെ ഈ ഡെസ്റ്റിനേഷൻ കൂടെ കിട്ടിയപ്പോൾ നല്ല സൂപ്പറായി, നല്ല പൊളി സ്ഥലം. ഇവിടെയൊക്കെ ഗൈസ് പ്ലാസ്റ്റിക്കാണ് ഗൈസ് കംപ്ലീറ്റ്. ഇവിടെ ഒരു സ്ഥലത്തൊന്നുമല്ല, ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ഇവിടെ ഒരു സ്ഥലത്ത് മാത്രമൊന്നുമല്ല, പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒക്കെ നന്നായിട്ട് അവിടെയും ഇവിടെയൊക്കെ ഇതാ കണ്ട ആൾക്കാരൊക്കെ ഒക്കെ ഇതാ ഓരോന്ന് കഴിച്ചിട്ടും ഒക്കെ ഇട്ടാളുന്ന സംഭവമുണ്ട്. അത് പിന്നെ നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷെ നമ്മളത് കുറച്ചും കൂടെ റെസ്പോൺസിബിളായിട്ട് അതിൽ ഒഴിവാക്കുക വേണ്ട ശരിക്കും യാത്രയിൽ. ആരോട് പറയാനല്ലേ, നല്ല സ്ഥലങ്ങളൊക്കെ വൃത്തിയേടാക്കുന്നത് നമ്മൾ തന്നെയാണ്. എന്താട്ടെ, ഇവിടുന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാലേ നമ്മൾ വന്ന റോഡൊക്കെ കാണാം കേട്ടോ ശരിക്കും. അപ്പം ക്യാമറയിൽ എങ്ങനെ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല കറക്റ്റ്. നല്ല സ്ട്രെയിറ്റായിട്ട് ചെറിയ കുട്ടി റോഡുകൾ കാണുന്നുണ്ട്. നല്ല വീതി കുറഞ്ഞ റോഡാണ്. പക്ഷേ നല്ല ചുറ്റും മരങ്ങളും എല്ലാം കൂടെ ആയിട്ട് ഇത് ഇനി വല്ല ഫോറസ്റ്റിൻ്റെ ഏരിയ ആണോ എന്നൊന്നും എനിക്ക് അറിയില്ല കറക്റ്റ്. എന്തായാലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേണം കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് വേണം വിടാൻ. അത് നമ്മൾ വന്ന സമയം അത്ര കറക്റ്റായില്ല. ഇവിടെ ശരിക്കും രാവിലെ എത്തണം, ഒരു 7 മണിക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ നല്ല തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണെന്ന് പറഞ്ഞത് അവിടുന്ന്. എനിക്ക് ഒരു കന്നഡയിലാണ് പറഞ്ഞത് പല ആൾക്കാരും. അപ്പോൾ എനിക്കതത്ര മനസ്സിലായില്ല എന്നുള്ള സത്യം. തണുപ്പുള്ളതെന്ന് എനിക്ക് തോന്നുന്നു ഒരു പറഞ്ഞാൽ കേട്ടിട്ട്.